എങ്ങനെയാണ് ഒരു പ്ലാൻ പോലും കാണാതെ റേറ്റ് പറയുന്നത് എന്നുള്ളത്. അപ്പോൾ ആക്ച്വലി ഈ ഒരു സ്ക്വയർ ഫീറ്റ് റേറ്റ് എന്ന് പറയുന്നത് ഒരു 10-15 കൊല്ലം മുമ്പുള്ള ഒക്കെ ഒരു പരിപാടിയാണ്. കാരണം അന്നൊന്നും നമുക്ക് ഇന്നത്തെ പോലെ എന്താണ് വൈഡ് വെറൈറ്റീസ് ഓഫ് പ്ലാൻ അല്ലെങ്കിൽ അങ്ങനെ ഒരു അങ്ങനത്തെ സംഭവമൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ ഒരു എന്താണ് അച്ചിൽ വാർത്ത പോലത്തെ വീടുകളായിരിക്കും പണ്ടത്തെ വീടുകളൊക്കെ. എന്ന് പറയുമ്പോൾ ഒരു 90s ഉള്ള മുതലുള്ള വീടുകളൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ 1000 സ്ക്വയർ ഫീറ്റ് ആയാലും 1500 സ്ക്വയർ ഫീറ്റ് ആയാലും ഈ ഏകദേശം നമുക്ക് ഇത്ര വരും എന്നുള്ളത് മുന്നേ കൂട്ടി പറയാനായിട്ട് പറ്റും. ഹായ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് 4.5 സെന്റ് പ്ലോട്ട് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ള 970 സ്ക്വയർ ഫീറ്റ് ഏരിയ വരുന്ന വീടിന്റെ നിർമ്മാണ ചെലവ് എത്രയാണെന്നുള്ളതാണ്. ഞാൻ ഹനീദ്, അനുഗ്രാസിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തൃശ്ശൂർ, എറണാകുളം, പാലക്കാട് ജില്ലകളിലാണ് ഞങ്ങൾ കൺസ്ട്രക്ഷൻ വർക്ക് എടുക്കുന്നത്. വീട് നിർമ്മിക്കാനും വീടിന്റെ പാലത്തിൽ ഇടിക്കാനൊക്കെ ചെയ്യാനായിട്ടാണെങ്കിൽ താഴെ കൊടുത്ത നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. 4.5 സെന്റ് പ്ലോട്ട് വേണ്ടിയാണ് ഈ ഒരു പ്ലാൻ തയ്യാറാക്കിയിട്ടുള്ളത്. 972 സ്ക്വയർ ഫീറ്റ് ഏരിയ വരുന്നുണ്ട്. 2 ബെഡ്റൂമുകൾ ഈ പ്ലാനിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് ആദ്യം ഈ ഒരു വീടിന്റെ 3D എലിവേഷൻ ഡിസൈൻ കാണാം. അടുത്തായിട്ട് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് ഈ വീടിന്റെ 2D പ്ലാൻ ആണ്. ഈ ഭാഗത്തായിട്ടാണ് സിറ്റ് ഔട്ട് വരുന്നത്. 330-150 സെന്റിമീറ്റർ എന്നാണ് സിറ്റ് ഔട്ടിന്റെ അളവ്. സിറ്റ് ഔട്ടിൽ നിന്ന് ഈ ഒരു ലിവിംഗ് ഹാളിലേക്കാണ് കിടക്കുന്നത്. 330-410 സെന്റിമീറ്റർ എന്നാണ് ലിവിംഗ് ഹാളിന്റെ അളവ്. അടുത്തത് ഡൈനിങ് ഹാളാണ്. 300-330 സെന്റിമീറ്റർ എന്ന അളവിൽ ഡൈനിങ് ഹാൾ കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗത്തായിട്ട് കിച്ചണോട് ചേർന്നൊരു വർക്ക് ഏരിയ കടവുന്നതാണ്. ഇത് ആദ്യത്തെ ബെഡ്റൂമാണ്. 300-330 സെന്റിമീറ്റർ എന്നാണ് ബെഡ്റൂമിന്റെ അളവ്. ഇവിടെ ഒരു കോമൺ ബാത്റൂം വരുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഈ ബെഡ്റൂമിന്റെ അറ്റാച്ച്ഡ് ബാത്റൂമായിട്ട് മാറ്റി ഉപയോഗിക്കാവുന്നതാണ്. ഇത് രണ്ടാമത്തെ ബെഡ്റൂമാണ്. 330-360 സെന്റിമീറ്റർ എന്നാണ് ഈ ബെഡ്റൂമിന്റെ അളവ്. ബെഡ്റൂമിന്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് 2D പ്ലാനിലുള്ളത്. നമുക്ക് ഇതിന്റെ ഒരു 3D കട്ട് ഓഫ് പ്ലാൻ കാണുകയാണെങ്കിൽ കാര്യങ്ങൾ കുറച്ചുകൂടി നമുക്ക് മനസ്സിലാവും. അടുത്തായിട്ട് നമ്മൾ ഈ 3D പ്ലാൻ കാണാം. ഈ ഭാഗത്തായിട്ട് നമുക്ക് സിറ്റ് ഔട്ട് കാണാവുന്നതാണ്. സിറ്റ് ഔട്ട് ഈ ഒരു ലിവിംഗ് ഹാള്, സോഫ, TV യൂണിറ്റ് ഒക്കെ ഇവിടെയാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇവിടെ ആയിട്ട് ഡൈനിങ് സ്പേസ് വരുന്നുണ്ട്. ഇവിടെ കിച്ചൺ, വർക്ക് ഏരിയ, 2 ബെഡ്റൂമുകൾ നമുക്കിവിടെ കാണാം, ബാത്റൂമുകളും. ഇവിടെ ഓപ്പൺ ടെറസിലേക്കുള്ള സ്റ്റെയർ റൂമും വരുന്നുണ്ട്. വീടിന്റെ പ്ലാനും 3D ഡിസൈനൊക്കെ ഉണ്ടല്ലോ. നമുക്ക് ഈ ഒരു വീട് നിർമ്മിക്കാൻ എത്ര കോസ്റ്റ് വരും എന്നുള്ളതാണ് അടുത്ത് നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഈ കോസ്റ്റ് വരുന്നത് ഞങ്ങൾ ചെയ്യുന്ന ഒരു സ്പെസിഫിക്കേഷൻ അനുസരിച്ചിട്ടുള്ള റേറ്റ് ആണ് പറയുന്നത്. ഇതിൽ ചിലതിൽ വ്യത്യാസം വന്നേക്കാം. നമ്മൾ ലൊക്കേഷൻ മാറുന്നതിനനുസരിച്ച് റേറ്റിലും വ്യത്യാസം വന്നേക്കാം. അതുപോലെ നമ്മുടെ സൈറ്റിന്റെ കണ്ടീഷൻ, ഇപ്പോൾ ഇതിൽ 2 അടി ഡെപ്തിൽ വരുന്ന ഫൗണ്ടേഷന്റെ റേറ്റ് ആണ് പറയുന്നത്. ചിലപ്പോൾ അത് കൂടാനും കുറയാനൊക്കെ സാധ്യതയുണ്ട്. പല സ്ഥലങ്ങളിലും മണ്ണിന്റെ ഉറപ്പ് കൂടുതലുള്ളതും കുറവുള്ളതൊക്കെ ഉണ്ടാകും. അതുപോലെ തന്നെ എല്ലായിടത്തും ഈ കരിങ്കല്ലുകൊണ്ടുള്ള ഫൗണ്ടേഷൻ പറ്റിയൊന്നും വരില്ല. അപ്പോൾ ഇതൊക്കെ അനുസരിച്ച് റേറ്റിൽ വ്യത്യാസം ഉണ്ടാകും. അപ്പോൾ നമുക്ക് ഈ ഒരു വീട് നിർമ്മിക്കുന്നതിന്റെ കോസ്റ്റ് എത്ര വരും എന്നുള്ളത് നോക്കാം. അപ്പോൾ ഈ ഒരു വീടിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള എസ്റ്റിമേറ്റ് ആണ് നമുക്ക് ഈ ഒരു സ്ക്രീനിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിന്റെ ഓരോ സ്റ്റേജ് വൈസ് എത്രയാണെന്നുള്ളത് ആദ്യം പറയാം. അതിനുശേഷം ഡീറ്റെയിൽ ആയിട്ടുള്ള കോസ്റ്റ് എത്ര വരും എന്നുള്ളതും പറയാം. അപ്പോൾ ആദ്യമായിട്ട് ഈ ഒരു വീടിന്റെ ഫൗണ്ടേഷന്റെ കോസ്റ്റ് 3,11,000 രൂപയാണ് ഫൗണ്ടേഷന്റെ കോസ്റ്റ് വരുന്നത്. ഫൗണ്ടേഷനിൽ നമുക്ക് എർത്ത് വർക്ക് വരുന്നുണ്ട്. അതുപോലെ കരിങ്കല്ലിന്റെ വർക്ക്, RCC ബെൽറ്റ്, PCC കോൺക്രീറ്റ്, എർത്ത് ഫില്ലിംഗ് ഒക്കെ ഉൾപ്പെടെ 3,11,000 ആണ് ഇതിന്റെ ഒരു കോസ്റ്റ് വരുന്നത്. 972 സ്ക്വയർ ഫീറ്റ് ആണ് ഏരിയ വരുന്നത്. അപ്പോൾ ആ ഒരു സ്ക്വയർ ഫീറ്റ് ഏരിയയ്ക്കുള്ള ഫൗണ്ടേഷനാണ് വരുന്നത്. ഇതിലൊരു കാര്യം പറയേണ്ടത്, നമ്മൾ പല വീഡിയോസിലും ചെയ്തിട്ടുണ്ട്. ചിലപ്പോൾ 1000 സ്ക്വയർ ഫീറ്റ് മേലെ വരുന്ന വീടുകൾക്ക് 3 ലക്ഷം വരും, അല്ലെങ്കിൽ ചിലപ്പോൾ 1000-ന് താഴെ വരുന്ന വീടുകൾക്ക് 3 ലക്ഷത്തിൽ മേലെയും വരാറുണ്ട് കോസ്റ്റ്. അപ്പോൾ അത് ഫൗണ്ടേഷൻ നമ്മൾ 1000 സ്ക്വയർ ഫീറ്റ് വീടാണ് എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ 1000 സ്ക്വയർ ഫീറ്റിന് വീടിനും ഒരേ അളവിലുള്ള ഫൗണ്ടേഷൻ ആയിരിക്കില്ല. അതായത് ചില വീടുകൾക്ക് ഭിത്തികളുടെ നീളം കൂടുതലുണ്ടാകും. ഇപ്പോൾ 1000 സ്ക്വയർ ഫീറ്റിൽ ഇതിൽ 2 ബെഡ്റൂമാണ് വരുന്നത്. 3 ബെഡ്റൂം വരുന്ന പ്ലാനുകളുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് ബെഡ്റൂമുകളുടെ എണ്ണം കൂടുമ്പോൾ അതിൽ ഭിത്തിയുടെ ലെങ്ത് കൂടും, ഭിത്തിയുടെ എണ്ണം കൂടും. അപ്പോൾ എല്ലാ ഭിത്തിക്കും ഫൗണ്ടേഷൻ കൊടുക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ ഫൗണ്ടേഷൻ്റെ കാര്യത്തിൽ ഇപ്പോൾ ഒരേ ഏരിയ ആണ് എന്നുള്ളത് കൊണ്ട് റേറ്റ് സെയിം ആവണം എന്നില്ല. അപ്പോൾ 3,11,000 ആണ് ഫൗണ്ടേഷൻ്റെ കോസ്റ്റ് വന്നിട്ടുള്ളത്. അടുത്ത അതിൻ്റെ ബ്രിക്ക് വർക്ക്, അതുപോലെ ലിൻഡൽ, സൺഷെയ്ഡ്, വാർക്ക വരെയുള്ള കോസ്റ്റ് 7,14,000 രൂപയാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ നമ്മുടെ സ്ട്രക്ചറൽ വർക്ക് ഈ ഒരു സ്റ്റേജിൽ നിൽക്കുന്ന സമയത്ത് 10,25,000 രൂപ നമുക്ക് കോസ്റ്റ് വരും. അടുത്തതായിട്ട് അതിൻ്റെ ഫിനിഷിംഗ് വർക്കുകൾ, അതായത് പെയിൻറ്റിങ്, പ്ലാസ്റ്ററിങ്, ടൈല്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂടിയിട്ട് 5,75,000 രൂപ വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റേജിലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഭിത്തിയുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച്, അല്ലെങ്കിൽ ഭിത്തിയുടെ നീളം കൂടുന്നതിനനുസരിച്ച് പ്ലാസ്റ്ററിങ്ങിൻ്റെ ആയാലും ബ്രിക്ക് വർക്കിൻ്റെ ആയാലും എല്ലാത്തിൻ്റെയും കോസ്റ്റ് വ്യത്യാസം ഉണ്ടാകും. അടുത്തത് ഇലക്ട്രിക്കൽ, പ്ലംബിങ്, ഡോർ, വിൻഡോ, ഇതിലൊക്കെ ഏറ്റവും കുറഞ്ഞ റേറ്റ് ആണ് ഇതിൽ പറയുന്നത്. ഡോർസിൻ്റെ ആയാലും വിൻഡോസിൻ്റെ ആയാലും ഒക്കെ 3,55,000 രൂപയാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ, അതായത് ഈ ഒരു ഫിനിഷിംഗ് സ്റ്റേജിൽ 9,30,000 രൂപ കോസ്റ്റ് വരുന്നുണ്ട്.
അപ്പോൾ ആകെ നമുക്ക് വന്നിട്ടുള്ളത് 19,56,116 രൂപയാണ് ഈ വീടിൻ്റെ കൺസ്ട്രക്ഷൻ കോസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ സ്ക്വയർ ഫീറ്റ് റേറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ പല വീഡിയോസിലും ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുള്ള കാര്യമാണ്, നമ്മളൊരു വീട് നിർമ്മിക്കുമ്പോൾ വീട് പണിയുന്നതിന് മുമ്പായിട്ട് തന്നെ സ്ക്വയർ ഫീറ്റ് റേറ്റ് പറയുന്ന ഒരു പരിപാടിയുണ്ട്. അപ്പോൾ അത് പരമാവധി എന്താണ് അതിൽ വലിയ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമ്മുടെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇതിലിപ്പോൾ സ്ക്വയർ ഫീറ്റ് റേറ്റ് വരുന്നത് 2,000 രൂപയാണ്, 2,012 രൂപയാണ് ഈ ഒരു വീടിൻ്റെ കൺസ്ട്രക്ഷന് വേണ്ടിയിട്ടുള്ള സ്ക്വയർ ഫീറ്റ് റേറ്റ് വരുന്നത്. അപ്പോൾ ഓരോ വീടുകൾക്കും അതിൻ്റെ സ്പെസിഫിക്കേഷനൊക്കെ അനുസരിച്ച് അതിൻ്റെ ഇപ്പോൾ നമുക്കൊരിക്കലും ഒരു പ്ലാൻ പോലും കാണാതെ എങ്ങനെയാണ് റേറ്റ് പറയുന്നത് എന്നുള്ളത് നമ്മൾ വീട് നിർമ്മിക്കുന്നതിന് മുമ്പ് പല കാര്യങ്ങളും ആളുകൾ അന്വേഷിക്കും. പക്ഷേ ഈ ഒരു കാര്യത്തിൽ മാത്രം ആളുകൾ അധികം റിസർച്ച് നടത്തില്ല, എങ്ങനെയാണ് ഒരു പ്ലാൻ പോലും കാണാതെ റേറ്റ് പറയുന്നത് എന്നുള്ളത്. അപ്പോൾ ആക്ച്വലി ഈ ഒരു സ്ക്വയർ ഫീറ്റ് റേറ്റ് എന്ന് പറയുന്ന ഒരു 10-15 കൊല്ലം മുമ്പുള്ള ഒക്കെ ഒരു പരിപാടിയാണ്. കാരണം അന്നൊന്നും നമുക്ക് ഇന്നത്തെ പോലെ വൈഡ് വെറൈറ്റീസ് ഓഫ് പ്ലാൻ അല്ലെങ്കിൽ അങ്ങനത്തെ സംഭവമൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ അച്ചിൽ വാർത്ത പോലത്തെ വീടുകളായിരിക്കും പണ്ടത്തെ വീടുകളൊക്കെ, എന്ന് പറയുമ്പോൾ ഒരു 90s മുതലുള്ള വീടുകളൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ 1000 സ്ക്വയർ ഫീറ്റ് ആയാലും 1500 സ്ക്വയർ ഫീറ്റ് ആയാലും ഈ ഏകദേശം നമുക്ക് ഇത്ര വരും എന്നുള്ളത് മുന്നേ കൂട്ടി പറയാനായിട്ട് പറ്റും. അപ്പോൾ പക്ഷെ ഇന്ന് എന്ന് പറയുന്നത് നമ്മൾ 1000 സ്ക്വയർ ഫീറ്റ് പ്ലാൻ എന്ന് പറയുമ്പോൾ തന്നെ അത് 10 പ്ലാൻ എടുത്തു കഴിഞ്ഞാലും 10 തരത്തിലായിരിക്കും. നമ്മുടെ ചാനലിൽ വീഡിയോ കാണുന്നവരാണെങ്കിൽ അവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ നമുക്കിതൊരു ഡീറ്റെയിൽ ആയിട്ട് എത്രയാണ് വരുന്നത് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് ഫൗണ്ടേഷനിലേക്ക് തന്നെയാണ് പോകുന്നത്. ഫൗണ്ടേഷനിൽ എർത്ത് വർക്ക് അതൊരു 9,200 രൂപയാണ് എർത്ത് വർക്കിന് വരുന്നത്. നമ്മൾ ഹിറ്റാച്ചി കൊണ്ടോ അല്ലെങ്കിൽ JCB കൊണ്ടോ ഒക്കെ മണ്ണ് മാറ്റുന്നതിനായിട്ട്. അടുത്തതിൻ്റെ റബിൾ മേസണറി അതായത് കരിങ്കല്ലിൻ്റെ വർക്ക് വരുന്നത് 1,17,000 രൂപയാണ് കരിങ്കല്ല് പണിക്ക് വന്നിട്ടുള്ളത്. അടുത്തത് RCC ബെൽറ്റ് 67,000 രൂപയാണ് വന്നിട്ടുള്ളത്. അടുത്തത് എർത്ത് ഫില്ലിങ് 50,000 രൂപ പ്ലസ് 10,000 60,800 രൂപയാണ് എർത്ത് ഫില്ലിങ്ങിന് വന്നിട്ടുള്ളത്. ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്, ഇത് ഓരോ സ്ഥലങ്ങളിലും റേറ്റ് വ്യത്യാസമുണ്ട്. അപ്പോൾ മണ്ണിന് ഇവിടെ തൃശ്ശൂർ, എറണാകുളം ജില്ലകളിലൊക്കെ മണ്ണിന് അത്യാവശ്യം റേറ്റ് ഉണ്ട്, മറ്റ് മലബാർ ഏരിയകളിൽ മണ്ണിന് റേറ്റ് കുറവാണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഒരു 60,000 രൂപയാണ് തറയിൽ മണ്ണ് നിറയ്ക്കാനായിട്ട് നമുക്ക് കോസ്റ്റ് വന്നിട്ടുള്ളത്. അടുത്തത് PCC ഫ്ലോറിങ് 55,000 രൂപ. അങ്ങനെയാണ് നമുക്ക് 3,11,000 രൂപ ഫൗണ്ടേഷൻ്റെ കോസ്റ്റ് വന്നിട്ടുള്ളത്. അടുത്തത് ബ്രിക്ക് വർക്ക് വന്നിട്ടുള്ളത് 3,58,000 രൂപയാണത്. സിമെന്റ് ബ്ലോക്കിന്റെ വെച്ചുള്ള ഒരു വർക്കിന്റെ റേറ്റ് ആണ് അതിൽ കൊടുത്തിട്ടുള്ളത്. അടുത്തത് ലിൻഡൽ അതുപോലെ സൺഷെയ്ഡ് പില്ലർ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് 75,000 രൂപ വന്നിട്ടുണ്ട്. പിന്നെ അതിന്റെ വാർക്ക സ്ലാബ് 2,80,000 രൂപ അതിൻ്റെയും കോസ്റ്റ് വന്നിട്ടുണ്ട്. അങ്ങനെയാണ് നമുക്ക് 7,14,000 രൂപ ഈ ഒരു സ്റ്റേജിൽ വരുന്നത്. അടുത്തതിന്റെ ഫിനിഷിംഗ് വർക്ക് പ്ലാസ്റ്ററിങ്ങിനാണെങ്കിൽ 2,38,000 രൂപ വന്നിട്ടുണ്ട്. പെയിന്റിങ് 1,70,000 രൂപ വന്നിട്ടുണ്ട്. 1,76,000 രൂപ വന്നിട്ടുണ്ട്. ടൈല് 1,60,000 രൂപ. പിന്നെ ഇലക്ട്രിക്കൽ പ്ലംബിങ് അത് ഡോർ വിൻഡോ ഞാൻ നേരത്തെ പറഞ്ഞാൽ 3,55,000 രൂപയാണ് വന്നിട്ടുള്ളത്. അങ്ങനെയാണ് ആകെ നമുക്ക് 19,56,000 രൂപ ഈ ഒരു വീടിന്റെ കൺസ്ട്രക്ഷൻ കോസ്റ്റിൽ വന്നിട്ടുള്ളത്. ഇപ്പോൾ സ്ക്വയർ ഫീറ്റ് റേറ്റ് 2,000 രൂപ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കത് കുറച്ച് ചെയ്യാൻ സാധിക്കും, ഈ ഒരു റേറ്റ് ഒന്നും കുറച്ച് ചെയ്യാനായിട്ട് സാധിക്കും. അതിന് നമ്മൾ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസിന്റെ ഇതനുസരിച്ചിരിക്കും. നമുക്ക് ബ്രാൻഡഡ് ആയിട്ടുള്ളത് വേണ്ടെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് റേറ്റ് കുറയും. അതുപോലെ വുഡിന്റെ കാര്യത്തിലായാലും ടൈലിന്റെ കാര്യത്തിലായാലും പെയിന്റിങ് ഇതിനൊക്കെ നമുക്ക് റേറ്റ് കുറവിന് കിട്ടുന്ന പ്രൊഡക്ട്സ് ഉണ്ട്. അപ്പോൾ അതനുസരിച്ച് നമുക്ക് വേണമെങ്കിൽ ഈ ഒരു കൺസ്ട്രക്ഷൻ കോസ്റ്റ് ഇപ്പോൾ 2,000 എന്നുള്ളത് അതിൽ താഴെ 1,980 ഒക്കെ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷേ വീഡിയോയിൽ ചെയ്യുമ്പോൾ നമുക്കൊരു ആവറേജ് ഇതിൽ ചെയ്യുന്നതുകൊണ്ടാണ് ഈ ഒരു റേറ്റ് പറയുന്നത്. നമുക്ക് ഇതിൽ കുറവിനും ചെയ്യാൻ സാധിക്കും, ഇതിൽ കൂട്ടാനും സാധിക്കും. പിന്നെ നമ്മുടെ കയ്യിലില്ലാത്ത പല സംഭവങ്ങളുണ്ടാവും, ഇപ്പോൾ ഒരു സൈറ്റ് കണ്ടീഷൻ അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ അതിൽ നമുക്കൊന്നും ചെയ്യാനായിട്ട് പറ്റില്ല. ഇപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. തൃശ്ശൂർ, എറണാകുളം, പാലക്കാട് ജില്ലകളിലാണ് കൺസ്ട്രക്ഷൻ വർക്ക് എടുക്കുന്നത്. വീട് നിർമ്മിക്കാൻ വീടിന്റെ പ്ലാൻ 3D കാലൊക്കെ ചെയ്യാനായിട്ടാണ് താഴെ കൊടുത്ത് നമ്മൾ കോൺടാക്ട് ചെയ്താൽ മതി. വീടിന്റെ പ്ലാനും ഡിസൈൻ സംബന്ധിച്ച വീഡിയോസ് ആണ് ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്നത്. ഇഷ്ടമായിലേക്ക് കൂടുതൽ വീഡിയോസ് താല്പര്യമുള്ളതാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.